അപ്പോൾ പ്രിയപ്പെട്ട സാക്സഫാരിയുടെ പ്രേക്ഷകരെ റമദാനാണ്, പല വിഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വിഭവം ഷവായാണ്. ഇത് കടയിൽ നിന്ന് മേടിച്ചല്ല, നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ എയർ ഫയറിൽ ഉണ്ടാക്കിയിട്ടുള്ള നാടൻ ഷവായ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. എനിക്ക് കടയിൽ പറ്റി വാങ്ങേണ്ട ആവശ്യമില്ല. ഇതാ നമ്മുടെ വീട്ടിൽ എയർ ഫയർ ഉണ്ടെങ്കിൽ നമുക്കിതാ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ള നാടൻ ഷവായ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ആൾക്കാർ, ഞാൻ എൻ്റെ മോന് വിരുന്ന് പോയതാണ്, അതുകൊണ്ട് ഞാനും ഭാര്യയും ചെറിയ കുഞ്ഞു ആവുകയുള്ളൂ. അപ്പോൾ ഓർക്ക് പറ്റി നമുക്ക് മൂന്നാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഷവായകൾ കണ്ടോ, എന്താ ഷവായ, നല്ല ടേസ്റ്റ് ഷവായാണ്. ഒരു എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിൽ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു നാടൻ ഷവായ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇപ്പോൾ ഞങ്ങൾ ഈ ഷവായ ഒന്ന് തട്ടട്ടെ. അപ്പോൾ എല്ലാ സാക്സഫാരിയുടെ പ്രേക്ഷകർക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഷവായയുടെ വിശേഷങ്ങളാണ് ഇത്. ഓക്കെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഏകദേശം നോമ്പ് നോച്ചിട്ട് ഒരു ആഴ്ചയായി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞി കോയിനെ എടുത്തിട്ട് ഷവായ ഉണ്ടാക്കാൻ പോവാം. ഷവായ എന്ന് പറയുമ്പോൾ നമ്മൾ ടൗണിലൊന്നും പോയിട്ട് വാങ്ങാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ പേടിയാണ് ഇതൊക്കെ ന്യൂസെല്ലാം കേൾക്കുമ്പോൾ, അൽഫാമിലെ കരിച്ചില്ല അത് ഇത് നിൽക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഷവായ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഷവായൻ്റെ പ്രിപ്പറേഷനാണ് തുടങ്ങുന്നത്. ആദ്യം ഇത് ഈ കോഴി ബ്രോയിലർ കോഴിയാണ്. ബ്രോയിലർ കോഴി ചെറുത് വാങ്ങിയാൽ മതി. ആൾ മസിലും പിടിച്ച് നിൽക്കുന്നുണ്ടോ, ആൾ ചെറുപ്പക്കാരാണ്, പക്ഷെ നല്ല മസിലുണ്ട്. നല്ല മസിലൊക്കെ പിടിച്ച് നിൽക്കുന്ന കോഴിയാണ്. ഇതാണ്ടോ, അടിപൊളി മസിലുള്ള കോഴിയാണ്. അപ്പോൾ ആ കോയിനിങ്ങനെ വരയാ, 1 2 3 4 വര, 5 വര. അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മളെന്താ ഇങ്ങനെ വരയിട്ട് കൊടുക്കുകയാണ്. കാലങ്ങോട്ട് മാറ്റി കാലൊക്കെ അങ്ങോട്ട് മാറ്റി പുള്ളിക്ക് വരയിട്ട് മൊഞ്ചാക്കുക. ഇതെന്തിനായി വരയിടുന്നതെന്ന് വെച്ചാൽ മസിൽ പിടിക്കാനാണ്, അഥവാ നമ്മളെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വര ഉണ്ടാക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ വരകൾ ഉണ്ടാക്കണം. ഇത് നമ്മളെ മീനൊക്കെ പൊള്ളിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വര ഉണ്ടാക്കൂലേ, അത് ഈ മസാല പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഈ കോഴിയുടെ ഉള്ളൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഇവിടെയൊക്കെ ചെറുങ്ങനെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ചെറിയ വരട്ടെ, കാരണം ഇവിടെ ബോൺ ഏരിയ ആയതുകൊണ്ട് കുഞ്ഞ് വര മതി. ഇവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞി വരകൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഹെഡ് പാർട്ടിൻ്റെ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് ആവശ്യമില്ല വെച്ചാൽ അവിടെ അങ്ങനെ നമ്മളിപ്പോൾ എയർ ഫയറിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഷവായ ഉണ്ടാക്കാം. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നില്ല, ഇതിൻ്റെ പരിപാടി നിനക്കറിയില്ല, ഒക്കെ എൻ്റെ കെട്ടുകളാണ് ഉണ്ടാക്കുക. പക്ഷെ ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പായി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഏകദേശം മസിൽ പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ചിക്കൻ ബായിനെ നമ്മൾ വരഞ്ഞ് സ്കെച്ചാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ കുഴച്ച് പിടിപ്പിക്കും. ആ ഒരു പ്രോസസ്സിങ് എന്നിട്ട് പിടിപ്പിച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിനുശേഷം എയർ ഫയറിൽ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറയുന്നുണ്ട്, അതിനകത്ത് ഓയിൽ തീരെ വേണ്ട. ഇനി ചിക്കനുള്ള ഓയിലിൻ്റെ അംശം അത് എടുത്തോളും. അപ്പോൾ മസാലയുടെ പണി തുടങ്ങുകയാണ്. അപ്പോൾ മസാലയുടെ പണി തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിക്ക് ഒരു പ്രത്യേകത കേട്ടോ, ഇത് പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഒന്നുമല്ല, ഒറിജിനൽ മഞ്ഞൾപ്പൊടി പൊടിച്ച സാധനം തന്നെയാണ്. അതുകൊണ്ട് ഓർഗാനിക് മഞ്ഞൾപ്പൊടി എന്ന് പറയാം. അതുപോലെ മുളക് പൊടിയുണ്ട്. പിന്നെ ഒരു ചിക്കൻ മസാല നമ്മൾ പാക്കറ്റാണ് വാങ്ങിയത്. കാരണം നമ്മൾ ആദ്യം ഓർഗാനിക്കിന് വാങ്ങാറ്, എന്നാൽ കട അടച്ചു പോയിട്ടുണ്ടല്ലേ. ഈ ഓർഗാനിക് കിട്ടുന്നൊരു കട ഉണ്ടായിരുന്നു, ആ കട അടച്ചു പോയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങേണ്ട ഗതികേടിലായി. ഇതേതായത് തൈരല്ലേ, കുറച്ച് തൈര്. അപ്പോൾ തൈര്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, തൈര്. അതിനകത്തേക്ക് നാരങ്ങയൊക്കെ ശ്രദ്ധിച്ചിട്ട് ചേട്ടോ. 153 ഉറുപ്പ്യ ഇന്ന് നാരങ്ങൻ്റെ മാർക്കറ്റ് റേറ്റ്, 153 ഉറുപ്പ്യ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇതിനകത്ത് കുറച്ച് പെരിഞ്ചീരകം ഇടുന്നുണ്ട്. അപ്പോൾ മസാലേൻ്റെ പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ മിക്സി നന്നായിട്ട് അടച്ചിട്ടുണ്ട്. മസാല തേച്ച് പിടിപ്പിച്ചുകൊടുക്കുന്ന പ്രോസസ്സിങ്ങാണ് ഇപ്പം നടക്കുന്നത്. കണ്ടോ, നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മസാല ഇല്ല, അതൊക്കെ തന്നെയാണ്. ഇതിനകത്ത് തൈര് ചേർക്കുന്നത് ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുണ്ട് ഇതിനകത്ത് അജിനാമോട്ടോ അതുപോലുള്ള ഒരു സാധനമില്ല കേട്ടോ. നമ്മൾ അടുക്കളയിലുള്ള വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ച് കൊണ്ടിട്ടാണ് ഈ ഒരു ഷവായ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൽ അത്യാവശ്യം എരിവെല്ലാം വേണ്ടവർക്ക് കുരുമുളക് പൊടിയൊക്കെ ഇടല്ലേ. നമ്മളിവിടെ എരിവ് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല.
അപ്പോൾ പാവം അവിടെ മസിൽ പിടിച്ച് കിടക്കുകയാണ്. നല്ലോണം മസാല ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ കോഴിക്കോടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. അറിയുന്നില്ല ഞാൻ ഷവായായി മാറാൻ പോകാന്നുള്ളത് പുള്ളിക്കാരൻ അറിയുന്നില്ല. പുള്ളിയെല്ലാം നല്ല അനുസരണയോടുകൂടി മസാല തേച്ച് കൊടുക്കാൻ നിന്ന് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഏകദേശം മസാല തേക്കുന്ന പ്രോസസ്സിങ് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ആ ഒരു മുറിച്ച ഭാഗത്തൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ മസാല നന്നായി തേച്ച് പിടിപ്പിക്കണം. അങ്ങനെയാണ് ഇപ്പം മീറ്റ് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് മാത്രമല്ല ഈ മസാലേൻ്റെ എല്ലാം ഇന്നർ പോട്ട് അവിടേക്ക് എല്ലായിടത്തും എത്തണം, ഉള്ളിലൊക്കെ എത്തണം. ഇതിൻ്റെ പുറത്തെ സ്കിന്നിൽ മാത്രമല്ല ഇന്നറായിട്ടുള്ള സ്കിന്നിലും ഇതിൻ്റെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം മതി രുചികരമായ ഷവായ ഉണ്ടാക്കാൻ. പുറത്തൊക്കെ പോയിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും വിശ്വാസയോഗ്യമായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം ഏതായാലും നമ്മൾ വീട്ടിൽ തന്നെ ആ ഷവായ പ്രിപ്പയർ ചെയ്യാണ്. ഞങ്ങൾ അൽഫാം ഉണ്ടാക്കിയിരുന്നു, സക്സസ് ആയിരുന്നു. അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നില്ലേ, ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കാകെ വേണ്ടത് എയർ ഫ്രയറാണ്. ആദ്യമൊക്കെ ഞങ്ങൾ കനലിലായിരുന്നു ചിക്കൻ ചുട്ടെടുക്കാറ്. കുറച്ച് പാടാണ്, പ്രത്യേകിച്ച് നോമ്പിനൊക്കെ അത് കുറച്ച് മെനക്കേടാണ്. അപ്പോൾ ഇതിപ്പം എയർ ഫ്രയർ വാങ്ങിയതിന് ശേഷം കംപ്ലീറ്റ്ലി നമ്മളിപ്പോൾ വീട്ടിൽ എയർ ഫ്രയർ തന്നെയാണ് ചുടുന്നത്. വലിയ കറണ്ടൊന്നും പോകില്ല. നമ്മൾ കറണ്ടൊക്കെ പരീക്ഷിച്ചാൽ നിങ്ങൾ ആരും പേടിക്കുന്ന ആവശ്യമില്ല. കറണ്ടൊന്നും വലിയ രൂപത്തിൽ പോകത്തില്ല. വൈഫ് ഇതൊക്കെ ഇതാക്കി ഇനി ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അടുപ്പ് എന്ന് പറയുന്നത് നമ്മളെ എയർ ഫ്രയർ ഇപ്പോൾ എണ്ണ കുറച്ച് അത് ഒട്ടിപ്പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയതൊന്നുമില്ല, ഒരു തുള്ളി എണ്ണ എടുത്തിട്ട് ബ്രഷ് ചെയ്താൽ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടൈം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം സെറ്റ് ചെയ്ത് എയർ ഫ്രയർ സെറ്റായി കഴിഞ്ഞാൽ ഈ ട്രേയിലേക്ക് നമ്മുടെ ഷവായക്കുട്ടനെ ഈ ട്രേയിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷവായക്കുട്ടൻ ഇതാ ട്രേയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം നല്ലൊരു ടൈം റെസ്റ്റ് എടുത്തതിന് ശേഷം ആളെ ഈ ട്രേയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയർ ക്ലോസ് ചെയ്തു, ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ടൈം സെറ്റ് ചെയ്ത് ഏകദേശം എത്ര മിനിറ്റ് എടുക്കും? 20 മിനിറ്റ് എടുക്കും. 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കടയിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഷവായ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഷവായയുടെ അവസ്ഥ എന്താണെന്ന് നോക്കുകയാണ്. ഇതാ എയർ ഫ്രയറിൽ നിന്ന് നമ്മുടെ ഷവായ പുറത്ത് വന്നിട്ടുണ്ട്. ഇതാ ഓക്കെ, നല്ല ഷവായ കറക്റ്റ്. ഇതിൻ്റെ വേവൊക്കെ നോക്കട്ടെ. നല്ല വേവ് ഒക്കെ റെഡി. നല്ല അടിപൊളി ഷവായ കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഷവായ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഷവായയുടെ സൈഡിലെ കണ്ടോ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുന്ന ഈ നരകത്തിലെ കോഴി ഗ്രിൽഡ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എയർ ഫ്രയറിനൊക്കെ വീട്ടിലുണ്ടാക്കട്ടോ. അതും നല്ല ഓർഗാനിക് ആയിട്ടുണ്ട്. ഞങ്ങളിതിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന മസാലകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഷവായാണ്. അപ്പോൾ ഒരു ചെറിയ പീസ് എടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ്. കാരണം നമ്മളെ കടയിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ്, നല്ല ഹെൽത്തി ഷവായ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു എയർ ഫ്രയറിൻ്റെ ട്രേക്ക് ഭാഗമായിട്ടുള്ള കോഴി മേടിക്കുക. വലിയ കറണ്ടൊന്നും പോയിട്ടോ. ഞങ്ങളിപ്പോൾ പല സാധനങ്ങളിലേക്ക് ഞങ്ങൾക്ക് വലിയ കറണ്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ട്, മയോണീസ് ഉണ്ട്. നമ്മൾ സാധാരണ കുബൂസൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ നോമ്പായത് കാരണം ചപ്പാത്തി മയോണീസൊക്കെ ആക്കി. അപ്പോൾ നമ്മളെ ഷവായ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ഇതിനെ പരച്ച് നോക്കിയതാണ്. അതിൻ്റെ മീറ്റൊക്കെ നല്ല വേവുണ്ട്. അതൊക്കെ വേവൊക്കെ വിട്ടിട്ടുണ്ട്, നല്ല ഗംഭീരം. അതിൻ്റെ കൂടെയുള്ള ചപ്പാത്തി ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറയിലാണ് ഉമ്മ അവിടെ നിന്ന് കുറച്ച് ഇറച്ചി ചോറ് കൊണ്ട് തിന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കടിക്കാൻ മയോണീസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇന്ന് മൊത്തായ ഷവായോടൊപ്പം നല്ല ഗംഭീരമായിട്ട്. അപ്പോൾ എല്ലാവരും നിന്ന് ട്രൈ ചെയ്യട്ടോ വീട്ടിൽ. നമുക്ക് ഷവായ അൽഫാമൊക്കെ വീട്ടിലുണ്ടാക്കാം. ഈ കടയിൽ പോയി വാങ്ങണമെന്നൊന്നുമില്ല. ഓക്കെ.